ഒടുവിൽ ബി.ജെ.പി. ഒ.ബി.സി. മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസന് നീതി ലഭിച്ചിരിക്കുകയാണ്. രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലപാതക കേസിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷയാണ് മാവേലിക്കര അഡീഷൻ സെഷൻസ് കോടതി ജഡ്ജി വി.ജി. ശ്രീദേവി വിധിച്ചിരിക്കുന്നത്. കേസിൽ വിചാരണ നേരിട്ട 15 പേരും കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിൽ നിഷ്ഠൂരമായ ക്രൂരത നടത്തിയ ഇവർ യാതൊരു ദയയും അർഹിക്കുന്നില്ലെന്ന് വിധിന്യായത്തിൽ ജഡ്ജി വ്യക്തമാക്കി. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നത് കുടുംബത്തിന് മുന്നിൽ വെച്ചാണ് രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയതെന്നും ഇതിൽ വ്യക്തമാക്കുന്നു. നവാസ്, അനൂപ്, സഫറുദ്ദീൻ, മുൻഷാദ്, മുഹമ്മദ് അസ്ലം, സലാം പൊന്നാട്, ഷമീർ, നസീർ, സക്കീർ ഹുസൈൻ, ജസീബ് രാജ, ഷാജി പൂവത്തിങ്കൽ, ഷെർനാസ് അഷ്റഫ്, സലാം, അജ്മൽ, അബ്ദുൽ കലാം എന്നിവരാണ് കേസിലെ പ്രതികൾ. കേസിൽ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം കേട്ടതിനു ശേഷമാണ് കോടതി ശിക്ഷ വിധിച്ചത്. ശിക്ഷാവിധി കേൾക്കാനായി രഞ്ജിത്ത് ശ്രീനിവാസന്റെ അമ്മയും ഭാര്യയും മകളും കോടതിയിലെത്തിയിരുന്നു. ഒരാളെ കൊലപ്പെടുത്തിയ കേസിൽ 15 പ്രതികൾ വധശിക്ഷ നൽകുന്നത് അത്യപൂർവമാണ്. വിധി കേൾക്കാനായി 14 പ്രതികളെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഒരു പ്രതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസ് അപൂർവമാണെന്ന് വിലയിരുത്തിയാണ് പ്രതികൾക്ക് വധശിക്ഷ നൽകിയിരിക്കുന്നത്. 1 മുതൽ 12 വരെയുള്ള പ്രതികൾ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണെന്നാണ് കണ്ടെത്തൽ. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞിരുന്നു. 13 മുതൽ 15 വരെയുള്ള പ്രതികൾ കൊലയാളികൾക്ക് സഹായം നൽകിയവരാണ്. ഇവർക്കുൾപ്പെടെയുള്ള ബാക്കി പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. വയലാർ സ്വദേശിയായ നന്ദു കൃഷ്ണയെ കൊലപ്പെടുത്തിയപ്പോൾ തന്നെ പ്രതികാര കൊല നടത്തുമെന്ന് SDPIക്കാരായ പ്രതികൾ മുൻകൂട്ടി കണ്ടിരുന്നുവെന്നും അങ്ങനെ സംഭവിച്ചാൽ പകരം ഒരാളെ കൊലപ്പെടുത്താൻ നേരത്തെ തന്നെ തീരുമാനിച്ചുവെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു. ശിക്ഷാവിധിയോടനുബന്ധിച്ച് പ്രതികളുടെ മാനസിക നില പരിശോധിച്ചതിന് ശേഷമാണ് കോടതിയിലെത്തിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് പരിശോധനയ്ക്കായി എത്തിച്ചത്. കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ആലപ്പുഴ ജില്ലയിലും കോടതി പരിസരത്തും കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരുന്നത്. ആലപ്പുഴ ഡിവൈഎസ്പി ആയിരുന്ന NR ജയരാജാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് 156 സാക്ഷികളെ വിസ്തരിച്ചു. 1000-ഓളം രേഖകളും 100-ൽ പരം തൊണ്ടിമുതലുകളും തെളിവായി ഹാജരാക്കി. വിരലടയാളങ്ങൾ, ശാസ്ത്രീയ തെളിവുകൾ, CCTV ദൃശ്യങ്ങൾ, ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ തയ്യാറാക്കിയ റൂട്ട് മാപ്പ് തുടങ്ങിയ തെളിവുകളും കേസിൽ പ്രോസിക്യൂഷൻ ആശ്രയിച്ചിരുന്നു. 2021 ഡിസംബർ 19-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. രഞ്ജിത്ത് ശ്രീനിവാസനെ ആലപ്പുഴയിലുള്ള വീട്ടിൽ കയറി പുലർച്ചെയാണ് പോപ്പുലർ ഫ്രണ്ട് ഭീകരർ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇതിന് പിന്നാലെ ഭീകരർ സംസ്ഥാനം വിടുകയായിരുന്നു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.